ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ സംഘപരിവാർ അനുകൂലികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശങ്ങൾ ഏറ്റെടുത്ത് ആനന്ദ തുന്തിലരായി നൃത്തം ചവിട്ടി ഫേക്ക് ഐഡികളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഇതൊക്കെ അതിവേഗത്തിൽ പ്രചരിപ്പിക്കുന്ന നിരവധി സംഘപരിവാറുകാർക്ക് അറബ് രാജ്യങ്ങളിൽ വീണ്ടും എട്ടിൻ്റെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റെ സൈബർ സ്പേസുകൾ മിക്കവയും വർഗീയ വിദ്വേഷങ്ങളാൽ പുളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ക്രൈസ്തവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെ നിരന്തരമായി വർഗീയ വിഷവും വ്യാജ പ്രചാരണങ്ങളും ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഓരോ ശരാശരി സംഘപരിവാർ അനുഭാവിയുടെയും മനസ്സിൽ അത്രയധികം ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി സൈബർ ഇടങ്ങളിലും വേണ്ടി വന്നാൽ പൊതു ഇടങ്ങളിലും ഒരു മടിയുമില്ലാതെ ഉപയോഗിക്കുക, വർഗീയതയും വിദ്വേഷവും ആളിക്കത്തിച്ചാൽ തെരുവിലിറങ്ങുന്ന വലിയൊരു ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുക തുടങ്ങിയ നിരവധി അജണ്ടകൾ ഇത്തരം മുസ്ലിം വിരുദ്ധ, ക്രിസ്ത്യൻ വിരുദ്ധ പ്രൊപ്പഗണ്ടകൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിരുന്നു ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ക്രൈസ്തവർക്കെതിരെയും അവരുടെ ബിംബങ്ങൾക്കെതിരെയും അവരുടെ ആഘോഷങ്ങൾക്കെതിരെയും പോലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാപകമായി ഇത്തരത്തിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് സൈബർ സ്പേസുകളിൽ ഇത്തരം നിരവധി അവതാരങ്ങൾ പല വിധത്തിലുള്ള കള്ളങ്ങളും വ്യാജങ്ങളും വിദ്വേഷങ്ങളും വർഗീയതയും പറയുന്നുണ്ടെങ്കിലും അവരെയൊന്നും കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായി പണി കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നിലവിൽ നമ്മുടെ നാട്ടിലില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇതേ അവസ്ഥ, അതായത് ഇവിടുത്തെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഏറ്റെടുത്ത് അതുപോലെ അവിടെ പോയി പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ അതെന്തായിരിക്കും? അങ്ങനെ പെട്ടുപോയൊരു സംഘപരിവാർ അനുഭാവിയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം എത്രത്തോളം നികൃഷ്ടമായ രീതിയിലാണ് ഇയാൾ ഇടപെട്ടതെന്ന് നോക്കുക. ഒരു വാർത്ത: കണ്ണീർ കടലായി പ്രവാസ ലോകം, പൊലിഞ്ഞത് ഒരു കുടുംബത്തിലെ 4 കൺമണികൾ. മലയാളി കുരുന്നുകൾക്ക് ഇന്ന് ദുബായിയുടെ മണ്ണിൽ അന്ത്യനിദ്ര എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ജനുവരി 6-ാം തീയതി പബ്ലിഷ് ചെയ്തൊരു വാർത്ത. ഒരു കുടുംബത്തിലെ 4 മക്കൾ മരിക്കുകയാണ്. അത് വല്ലാത്തൊരു ദുഃഖമുള്ള, വിഷമമുള്ള, സകല മനുഷ്യരും കരഞ്ഞു പോകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിൽ ആ നിഷ്കളങ്കരായ കുരുന്നുകളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു. ഇവരൊക്കെ മരിച്ചു പോയല്ലോ ദൈവമേ എന്നാലോചിച്ച് നമുക്ക് വലിയ വിഷമം വരും. ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ മുസ്ലിം വിരോധവും അന്ധമായ വർഗീയതയും ഒക്കെ തലയ്ക്ക് പിടിച്ച ഒരുത്തൻ, ജോസഫ് ബെന്നി എന്നാണ് ഐഡിയുടെ പേര്, അവൻ ഉണ്ടാക്കിയൊരു കമൻറ്റ് നോക്കുക ഈ വാർത്തയ്ക്ക്: പന്നി പെറ്റുണ്ടാകുന്ന പോലെ കുറേ എണ്ണം, ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന്. നോക്കുക, എത്രത്തോളം നികൃഷ്ടമായൊരു മനസ്സിനുടമയാണ് ഇയാൾ. ഇയാൾ ഈ പണി ചെയ്തത് എവിടെയാണെന്നറിയോ? കേരളത്തിലാണെങ്കിൽ കുഴപ്പമുണ്ടാകില്ലായിരുന്നു. അങ്ങനെ ഇതുപോലെ കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലാണെങ്കിലും, കർണാടകയിൽ ഇപ്പോൾ ഇത്തരം വിദ്വേഷങ്ങൾ പൂട്ടാനുള്ള പ്രത്യേക നിയമമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഉള്ളതായി അറിവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റിടങ്ങളിലൊക്കെ സംഘപരിവാർ അനുഭാവികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. സംഘപരിവാർ അനുഭാവികൾ മാത്രമല്ല, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ സ്പേസിലുള്ളവന്മാരും ഇതുപോലത്തെ പണി ഒപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിരുന്ന് ചെയ്തത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് ഒരു മുസ്ലിം കുടുംബത്തിലെ ആളുകൾ മരിച്ചപ്പോൾ, അതും കുട്ടികൾ മരിച്ചപ്പോൾ, പന്നി പെറ്റുണ്ടായതുപോലെ കുറേ എണ്ണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയുന്ന പണി അതേപോലെ അവിടെ പോയി പറഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഊഹിക്കാമല്ലോ. ഇവനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവൻ്റെ കൂട്ടുകാർക്കോ ഇവൻ്റെ വീട്ടുകാർക്കോ ഇവനൊപ്പമുണ്ടായിരുന്നവർക്കോ ഇവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആർക്കും അറിയില്ല ഇയാൾ എവിടെ പോയി എന്നുള്ളത്. ഇയാൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ആർക്കും അറിയില്ല. ഒരുപക്ഷെ അവിടുത്തെ നിയമം അനുസരിച്ച് ചാട്ടവാറിനെ അടിച്ചടിച്ച് അവൻ്റെ തൊലിയുരിച്ച് വർഷങ്ങളോളം അടിമപ്പണിക്ക് സമാനമായ കഠിനമായ ജോലി ചെയ്യിച്ച് ജയിലിലിട്ട് ഒടുവിൽ അവിടുന്ന് തൂക്കി നാട്ടിലേക്ക് വിടുമായിരിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതികഠിനമായ മറ്റു പല ശിക്ഷകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്. എൻ്റെ ചില പ്രവാസി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവർക്കിടയിലും ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു സംഭവം പ്രചരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ അവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. വിശദമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പക്ഷേ പരാതി കൊടുത്തവരാരാണ്, ഇയാളെ പിടിച്ചു, ഇയാളുടെ ഒപ്പം വേറെ ആരെങ്കിലും പിടികൂടിയോ, ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നതിനെപ്പറ്റി വ്യക്തതയൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നാണ് പ്രചരിക്കുന്ന വാർത്ത. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുഞ്ഞുങ്ങൾ മരിച്ച വാർത്തയ്ക്കടിയിൽ പോയിട്ട് ഇമ്മാതിരി വൃത്തികെട്ട കമൻ്റ് ഇടുന്നവനെയൊക്കെ എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല, ഈ കേസിൽ വേറൊരു നിർണായകമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവൻ 5-8 ഫേക്ക് ഐഡികൾ ഉണ്ടായിരുന്നു.
ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഫേക്ക് ID വിപ്ലവത്തെക്കുറിച്ച്. അതായത് ഒരാൾക്ക് 10ഉം 100ഉം ഫേക്ക് ID ഉണ്ടാവും ഫേസ്ബുക്കിൽ. ഇപ്പോൾ നമുക്കിടയിൽ ചില ചാനലുകൾ, സംഘപരിവാർ അനുകൂല ചാനലുകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ അവരുടെ പോസ്റ്റുകൾക്കൊക്കെ 1000ഉം 2000ഉം 3000ഉം ഒക്കെ ലൈക്ക് കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കണ്ടന്റും ഉണ്ടാവില്ല, ശുദ്ധ നുണയും വർഗീയതയും വിദ്വേഷമായിരിക്കും പറയാം. വെറും നുണകൾ അടിച്ചു വിടുന്നവരുണ്ട്. ഇതിനൊക്കെ അടിയിൽ ഇത്രയും ലൈക്കും ഇത്രയും ഷെയറും കാണും. ഇതിന് പിന്നിൽ ഇതൊന്നും യഥാർത്ഥ ഓഡിയൻസ് അല്ല എന്നുള്ളതാണ്. അതായത് 1-2 പേരിരുന്ന് നിയന്ത്രിക്കുന്ന 100 കണക്കിന് ഐഡികൾ. അപ്പോൾ ഇത്രയും ഫേക്ക് ഐഡികൾ തുറന്നു വെച്ചിട്ട് ഇവർ ഓരോന്നിനും പോയി ലൈക്ക് ഇടുന്നു. ഇവർക്കെതിരെ കമൻ്റ് ഇടുന്നവർക്കെതിരെ വിദ്വേഷവും വെറുപ്പും മുസ്ലിം വിരുദ്ധതയും ഒക്കെ കമൻ്റ് ഇടുന്നു. അപ്പോൾ ഇവരുടെ പേരിൽ തന്നെ, ഇവരുടെ കയ്യിൽ തന്നെ പല പേരുകളിലുള്ള ID ഉണ്ടാവും. മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ID ഉണ്ടാവും, അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ID ഉണ്ടാവും, അതുപോലെ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ID ഉണ്ടാവും. ഉദാഹരണമാണ്. എന്നിട്ട് ഈ 3 ഐഡികൾ വെച്ചിട്ട് പല മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കും. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് വേറെ ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കും. അങ്ങനെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്ര നിലപാടുകാരാണ് എന്ന രീതിയിലൊരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കും. ഇനി ക്രിസ്ത്യൻ പേരിൽ നിന്ന് വന്നിട്ട് ഇതേ ഫേക്ക് ID സംഘി കുറേ നുണകൾ പ്രചരിപ്പിക്കും. ക്രിസ്ത്യാനിയാണ് എന്ന മറ്റുള്ളൊരു ക്രിസ്ത്യൻ ഐഡിയിൽ നിന്ന് വന്നിട്ട് തീവ്ര ക്രിസ്ത്യൻ ആശയങ്ങൾ പ്രചരിപ്പിക്കും. എന്നിട്ട് ഇവൻ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റൊരു ഗ്രൂപ്പിൽ മറ്റൊരു പേരിൽ കൊണ്ടിട്ടിട്ട് നോക്കൂ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അപകടകാരികളല്ലേ എന്ന് പറയും. മുസ്ലിങ്ങളുടെ പേരിലും ഇതുപോലെ വ്യാജ സ്ക്രീൻഷോട്ടുകളും വ്യാജ ഐഡികൾ ഉപയോഗിച്ചുള്ള പ്രൊപ്പഗണ്ടകളും ഹെയ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിദ്വേഷ ഫാക്ടറിയുടെ ഒരു ഭാഗമായിരുന്നു ഇയാളും. ഇയാളുടെ പേരിൽ 8 ഫേക്ക് ID ഉണ്ടായിരുന്നു. അതായത് ഇയാൾ തുടങ്ങിയ 8ഓളം ഫേക്ക് ഐഡികൾ ഉണ്ടായിരുന്നു. ഈ ഫേക്ക് ഐഡികളിൽ ഒന്നിൽ പരിശുദ്ധ ഖുർആൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും അതിൻ്റെ ചില കുറിപ്പുകളും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഇയാൾ ചെയ്ത ശിക്ഷ, അല്ലെങ്കിൽ ഇയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതായത് ഇയാളെ എന്തിനാണോ പിടികൂടിയത് ആ പോസ്റ്റിനേക്കാൾ വലിയ വർഗീയതയുള്ള പോസ്റ്റുകൾ ഇയാൾ ഇട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ പോലീസ് കണ്ടെത്തിയെന്നാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ പറയുന്നത്. അതാണ് ഞാൻ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നേരിട്ട് സൗദി പോലീസിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അവിടങ്ങളിലൊക്കെ, വിദേശ രാജ്യങ്ങളിലൊക്കെ കൃത്യമായ ബന്ധങ്ങളുള്ള പ്രവാസികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്ന പല ചാനലുകളിലും ഇത് ഞാൻ തുടർന്ന് കണ്ടു, ഈ പോസ്റ്റുകൾ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാതൃകാപരമായ കാര്യമാണ്. ഈ ചെയ്തതല്ല, പിടിച്ചകത്തിട്ടും. ഇത് സകലമാന സംഘപരിവാർ വിദ്വേഷികൾക്കുമുള്ളൊരു മുന്നറിയിപ്പായിട്ട് കാണുക. ഇതാദ്യമായിട്ടല്ല നമ്മൾ ഗൾഫിലിരുന്ന് അടിച്ച് കിളി പോയിട്ട് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ ഈ മുസ്ലിം വിദ്വേഷവും പ്രവാചകനെതിരായിട്ടുള്ള കാരിക്കേച്ചറുകളും മുസ്ലിങ്ങൾ മുഴുവൻ പന്നികളാണെന്ന് മറ്റുള്ള പലതരത്തിലുള്ള ഈ കാരിക്കേച്ചറുകളോ വീഡിയോകളോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരിടയ്ക്ക് ഇത്തരക്കാരുടെ നിരന്തരമായ നിലവിളികളായിരുന്നു. അതായത് പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ കൂലിപ്പണിക്ക് പോയി അവിടുത്തെ സർക്കാരിൻ്റെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ സംഘപരിവാർ ഗ്രൂപ്പുകളിലെ വർഗീയ വിദ്വേഷ പോസ്റ്റുകൾ കണ്ടിട്ട് ഇവർക്ക് പെട്ടെന്നൊരു ഹാലിളക്കം ഇളകും. എന്നിട്ട് നേരെ മുസ്ലിം വിരുദ്ധത അവിടെ പോയി ഛർദ്ദിക്കും. അവിടെ പോയി ഛർദ്ദിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ രാജ്യത്തിരുന്ന് ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം അതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്, ജോലിക്ക് വേണ്ടി പോകുന്നത്. ഇവിടെ ഈ വിശ്വഗുരു എന്ന് പറയുന്ന മഹാൻ ഭരിക്കുന്ന നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട തൊഴിലവസരങ്ങളില്ല എന്നറിഞ്ഞിട്ടാണ് ഇവർ അങ്ങോട്ട് പോകുന്നതാണല്ലോ. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നാൽ പോരെ. അപ്പോൾ അങ്ങോട്ടേക്ക് അതൊരു ഇസ്ലാമിക രാജ്യമാണെന്നും ശരിയായ നിയമമൊക്കെ ഉള്ള രാജ്യമാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് അവിടെ ചെന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ അപ്പോൾ തുടങ്ങും ഇവർക്ക് സുഖേട്. അവിടെ പോയിട്ട് ഇതുപോലെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ ഇടുക, പരിശുദ്ധ ഖുർആനെ അപമാനിക്കുക, ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ഇരുന്ന് കൈയടിക്കുക, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവരുടെ മതമതായതുകൊണ്ടാണ്, അവർ ലോകത്തിന് ഭീഷണിയാണ്, പുസ്തകത്തിന് കുഴപ്പമാണ്, അവർ മരിക്കട്ടെ എന്ന് നിരന്തരമായി പറയുക. സ്വാഭാവികമായിട്ടും ഇത് മലയാളികൾക്ക് മുഴുവൻ, ഇന്ത്യക്കാർക്ക് മുഴുവൻ അപകടകരമായിട്ടുള്ളൊരു സൈറനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പമുള്ള ആളുകൾ ഇവരെ തന്നെ പിടിച്ചു കൊടുക്കും. കാരണം ഇവൻ കാരണം മൊത്തം മലയാളികളുടെയും വില പോയിക്കൊണ്ടിരിക്കുക. ഇവൻ കാരണം മറ്റു മലയാളികളെയും കൂടി എല്ലാവരും രോഷത്തോടെ നോക്കുന്ന സാഹചര്യം വരും. ഇന്ത്യക്കാരനെന്ന നിലയിൽ അവനവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. മലയാളി എന്ന നിലയിൽ അയാൾക്ക് മറ്റുള്ളവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും ഈ വർഗീയ വിഷം കാരണം. അപ്പോൾ ഇവനെ പിടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒപ്പമുള്ള നല്ലവരായ മലയാളികൾക്കുണ്ടാവും. അതിൽ ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും. അവിടെ അവർ മതമോ ജാതിയോ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, നമ്മൾ മലയാളികളാണ്, നമ്മുടെ പേര് ചീത്തയാക്കാൻ ഈ വർഗീയ വിഷം ഇറങ്ങിയിരിക്കുന്നു, ഇവനെ പിടിച്ചു കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ അടുത്തത് നമുക്ക് കൂടി പണി കിട്ടുന്ന പണിയായിരിക്കുമെന്നറിയാം. അപ്പം അങ്ങനെ ഇത്തരത്തിൽ പല വിധത്തിൽ വിദ്വേഷവും വർഗീയതയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്കുള്ള മുട്ടൻ പണികൾ പ്രവാസ ലോകത്ത് നിന്ന്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സംഘക്കളി അവിടെ പോയി കളിച്ചാൽ വിവരമറിയുമെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് എന്നുള്ളതാണ് ഈ വിഷയം കൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്.